നമസ്കാരം. നിങ്ങൾ എത്ര പരിശ്രമിച്ചിട്ടും ചില ആഗ്രഹങ്ങൾ മാത്രം നടക്കാതെ പോകുന്നുണ്ടോ? ജീവിതത്തിൽ എപ്പോഴൊരു തടസ്സം അനുഭവപ്പെടുന്നുണ്ടോ? എങ്കിൽ വരാനിരിക്കുന്ന ഈ ഏപ്രിൽ പൗർണമി നിങ്ങൾക്കുള്ളതാണ്. സാധാരണ പൗർണമികളിൽ നിന്ന് വ്യത്യസ്തമായി 2026 ഏപ്രിൽ 1 സംഭവിക്കുന്ന ഈ പിങ്ക് മൂൺ നിങ്ങളുടെ ഉപബോധ മനസ്സിനെ ഉണർത്താനും തടസ്സങ്ങൾ നീക്കാനും സഹായിക്കുന്ന അസാധാരണമായ ഊർജം വഹിക്കുന്നതാണ്. ഈ ഒരു രാത്രി നിങ്ങൾ മിസ് ചെയ്താൽ വലിയൊരു അവസരമാണ് നഷ്ടപ്പെടുന്നത്. എന്തുകൊണ്ടാണ് ഏപ്രിൽ 1 നടക്കുന്ന ഈ പൗർണമി ഇത്ര വിശിഷ്ടമായത്? ജ്യോതിശാസ്ത്രപരമായും ആത്മീയമായും ഈ പൗർണമിക്ക് 2 പ്രത്യേകതകളുണ്ട്. ഒന്ന്, ഇത് സംഭവിക്കുന്നത് തുലാം രാശിയിലാണ്. തുലാം രാശി എന്നാൽ ബാലൻസ് എന്നാണ് അർത്ഥം. നിങ്ങളുടെ ചിന്തകളും പ്രവൃത്തികളും തമ്മിൽ ഒരു ഒത്തുചേരൽ ഉണ്ടാക്കാൻ ഈ സമയം സഹായിക്കും. 2, ഈ ദിവസം ഹനുമാൻ ജയന്തി കൂടി വരുന്നു എന്നത് ഇതിന്റെ ആത്മീയ പ്രഭാവം വർദ്ധിപ്പിക്കുന്നു. തടസ്സങ്ങൾ നീക്കി ലക്ഷ്യത്തിലേക്ക് കുതിക്കാൻ ഇതിലും നല്ലൊരു അവസരം ഇനി വരാനില്ല. ഈ പൗർണമി ദിനത്തിലെ മാനിഫെസ്റ്റേഷനിലൂടെ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 3 ഭാഗങ്ങളിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സഹായിക്കും. പങ്കാളിയായോ കുടുംബമായോ ഉള്ള അസ്വാരസ്യങ്ങൾ മാറ്റാൻ മാനിഫെസ്റ്റേഷൻ ചെയ്യാൻ പറ്റിയ ഏറ്റവും അനുകൂലമായ ദിവസമാണ് ഈ പൗർണമി ദിനം. മനസ്സിലെ നെഗറ്റീവ് ചിന്തകൾ നീക്കി ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും ഈ പൗർണമി ദിനം നിങ്ങളെ വളരെയധികം സഹായിക്കും. നിങ്ങളുടെ കരിയറിലോ ബിസിനസ്സിലോ പുതിയ തുടക്കങ്ങൾ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഇന്നത്തെ മാനിഫെസ്റ്റേഷനിലൂടെ നിങ്ങൾക്കത് നേടിയെടുക്കാൻ സാധിക്കുന്നതാണ്. ഇന്നത്തെ ഈ മാനിഫെസ്റ്റേഷൻ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഇതിന് 3 ഘട്ടങ്ങളാണുള്ളത്. ആദ്യത്തെ ഘട്ടം മൈൻഡ് ക്ലീനിങ് ആണ്. പൗർണമിക്ക് മുൻപായി നിങ്ങളുടെ മനസ്സിനെ ഒന്ന് വൃത്തിയാക്കി എടുക്കണം. ഒരു വെള്ളക്കടലാസിൽ നിങ്ങൾ അലട്ടുന്ന ഭയങ്ങളും നെഗറ്റീവ് ചിന്തകളും എഴുതുക. എന്നിട്ട് ഈ പേപ്പറിനെ നിങ്ങൾ കത്തിച്ചു കളയണം. ഇതിലൂടെ നിങ്ങളുടെ ഭയം, നിങ്ങളുടെ നെഗറ്റീവ് ചിന്തകൾ എല്ലാം അവസാനിച്ചുവെന്ന് വിശ്വസിക്കുക. ഇത് കഴിയുന്നതോടെ ആദ്യ ഘട്ടം പൂർത്തിയായി. രണ്ടാമത്തെ ഘട്ടമാണ് വാട്ടർ മാനിഫെസ്റ്റേഷൻ. വാട്ടർ മാനിഫെസ്റ്റേഷൻ ചെയ്യാൻ ഏറ്റവും അനുയോജ്യമായ ദിനം പൗർണമി ദിനമാണ്. ഒരു ഗ്ലാസ് വെള്ളമെടുത്ത് അത് ചന്ദ്രന്റെ പ്രകാശത്തിൽ വെക്കുക. ആ വെള്ളത്തിലേക്ക് നോക്കി നിങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം പറഞ്ഞുകൊണ്ടേയിരിക്കുക. അതിനുശേഷം ആ ആഗ്രഹം സഫലമായതായി സങ്കല്പിക്കുക. ആ സഫലമായതിന്റെ സന്തോഷം അനുഭവിച്ചുകൊണ്ട് ആ വെള്ളം കുടിക്കുക. ഈ ചന്ദ്രോർജം കലർന്ന ആ വെള്ളം നിങ്ങളുടെ കോശങ്ങളിലേക്ക് പോസിറ്റീവ് എനർജി എത്തിക്കും. വാട്ടർ മാനിഫെസ്റ്റേഷൻ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു മാനിഫെസ്റ്റേഷൻ ടെക്നിക്കാണ്. മൂന്നാമത്തെ ഘട്ടമാണ് സ്ക്രിപ്റ്റിംഗ്. രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത് അത് നേടിയെന്ന് നിങ്ങളുടെ ഡയറിയിൽ എഴുതി വെക്കുക. അതിനുശേഷം ആ വാചകം 9 തവണ ആവർത്തിക്കുക. ഇത് നിങ്ങളുടെ ഉപബോധ മനസ്സിൽ ആ ആഗ്രഹത്തെ ആഴത്തിൽ പതിപ്പിക്കും. ഈ 3 ഘട്ടവും പൂർത്തിയാക്കുന്നതിലൂടെ ഈ പൗർണമി ദിനത്തിലെ മാനിഫെസ്റ്റേഷൻ അവസാനിപ്പിക്കാം. ഒരു കാര്യം ഓർക്കുക, ഇത് എല്ലായ്പ്പോഴും കിട്ടുന്ന അവസരമല്ല. പ്രപഞ്ചം നമ്മൾക്ക് വേണ്ടി തരാൻ തയ്യാറായി നിൽക്കുന്നു. അത് പക്ഷെ സ്വീകരിക്കാൻ നമ്മളും തയ്യാറായിരിക്കണം. ഈ പൗർണമി രാത്രി നിങ്ങളുടെ ജീവിതത്തിലെ ഒരു പുതിയൊരു തുടക്കമാകട്ടെ. ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും ഷെയർ ചെയ്യുക.